ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സെറ്റിലേക്ക് തിരിച്ച് പോവുകയാണ്. ഒരു 3 മാസത്തെ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ പോവുകയാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പം മമ്മിയും ഡാഡിയും കൂടെ എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വന്നതാണ്. വന്ദേ ഭാരതിനാണ് ആസ് യൂഷ്വൽ വന്ദേ ഭാരതിനാണ് പോകുന്നത്. പക്ഷേ വന്ദേ ഭാരത് എറണാകുളത്ത് നിന്നാണ് ഇത്രയും കാലം പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പം കോഴിക്കോട് നിന്നാണ്. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം എറണാകുളം വരെ ഞാനും ബേബി ഒറ്റയ്ക്കായിരുന്നു. അവിടെ നിന്ന് പിന്നെ അമ്മ കയറി. അപ്പം എറണാകുളം വരെ ഇവനെ കൊണ്ട് പോകുന്ന നേരത്തെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോകുന്നത് ഞങ്ങൾ രണ്ടും. പക്ഷേ അവൻ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു. ഇതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം അവൻ ഉറങ്ങി. അങ്ങനെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോയി. എറണാകുളം എത്തിയപ്പോൾ പിന്നെ അമ്മച്ചി കയറി. പിന്നെ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഒരാളൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. കരഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വന്നാൽ ഒരാളുണ്ടല്ലോ കൂടെ. എറണാകുളം എത്തിയപ്പോൾ നമ്മുടെ കൂടെ അച്ഛനും അമ്മയും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനമ്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ പവിത്ര സീരിയലിൽ അച്ഛനമ്മയും സിമി ചേച്ചി വിനയ് ചേട്ടനും ഉണ്ടായിരുന്നു. പക്ഷേ അവർ വേറെ കോച്ചിലായിരുന്നു. അങ്ങനെ ഇറങ്ങിയതിന് ശേഷമാണ് അവരെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തി. ഇനി വണ്ടിയിൽ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. വല്ല പരിചയമുണ്ടോ നിങ്ങൾക്ക്? വല്ല പരിചയമുണ്ടോ? സുന്ദരിയാണോ? ചുന്ദരിയാണോ ഇത് നമ്മുടെ? എന്താണ് ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ? ട്രെയിനിൽ യാത്ര കണി എന്റെ ഇന്നത്തെ ദിവസം നല്ല വിശേഷം. ഇറങ്ങട്ടെ. വിനയ ചേട്ടൻ എടുക്കാൻ അറിയായിരുന്നോ? ഏത് കൊച്ചും കുറുമ്പും കൊച്ചും നല്ല ഉറങ്ങിക്കോ. ഇഞ്ഞം മാത്രം തരാൻ പറ്റില്ല കേട്ടോ. താടി ഉണ്ടെന്ന്. നീയാണോ കുശുമ്പത്തി? ശരിയായിരിക്കും. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസം കാണും. സീരിയൽ കാണുമെന്ന് അത് ഉറക്കത്തിന്റെ ഇതിൽ നിൽക്കുന്നോണ്ട് എത്ര നേരം ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇങ്ങനെയൊക്കെ നോക്കി ചിരിക്കുവായിരുന്നു. കൊച്ചിനെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ കണ്ടപ്പോ മനസ്സിലായി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ.
ഇപ്പം തന്നെ മനസ്സിലായി കാണും എവിടെയാണ് വന്നിരിക്കുന്നതെന്ന്. ഞാൻ അങ്ങനെ വളരെ കുറേ കാലത്തിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷം സെറ്റിൽ വന്നേക്കുവാണ്. വീണ്ടും പവിത്രത്തിലെ വർഷയായി തിരിച്ചു വന്നിരിക്കുകയാണ്. അയ്യോ കാണുന്നില്ലടേ, കുഴപ്പമില്ല, ശരിക്കുള്ളൊരു കാര്യം വന്നിരിക്കുകയാണ്. അപ്പം വീണ്ടും ഷൂട്ടൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ അന്നത്തെ പോലെ ഇവിടെ അലന്ത കാണിച്ച് ഇഞ്ഞി നടക്കാനുള്ളതാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോസ് ഇനി വന്നുകൊണ്ടിരിക്കും. പിന്നെന്താ, എല്ലാവരും സീരിയൽ കാണണം. എന്താ, വളരെ നല്ല വേണ്ട മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു കൊടുക്കും പവിത്രം ഇനി വരികയാണ്. ശരി എന്നാ, ഓക്കെ ബൈ. ഞാൻ ഉദ്ദേശിച്ചതല്ല, പറഞ്ഞ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാൻ പോകും. വിശന്നിട്ട് വട്ടായി പോയതൊക്കെ ഒറ്റയ്ക്ക് ആരും ഇല്ലാതെ പാവം ഞങ്ങളെ ഒന്ന് വിളിക്കുക. ഒറ്റയ്ക്ക് വരുമോ? രണ്ടുപേരും ഒറ്റ ഒരുമാതിരി മറ്റുള്ള പരിപാടി കാണിക്കില്ലല്ലോ. എവിടെ ഡാർക്കാന്ന് മാത്രം രാവിലെ 2 പക്ഷിക്ക് കിട്ടിയത്. എന്തോ ചൂടാ പക്ഷെ ചിത്രം കാണുന്ന ഒരാൾ വന്നിട്ടുണ്ട്. ഇത് സുരഭി ചേച്ചിയുടെ അമ്മയാണ്. സുരഭി ചേച്ചിയുടെ അമ്മ ഉറങ്ങുവാണോ? ഉറങ്ങിപ്പോയോ? അച്ചോ, ആണോ? ഇതോക്ക് കൊച്ചിനേക്കാളും വലിയ ഗിഫ്റ്റ്. താങ്ക് യു. അവൻ കണ്ടില്ല പക്ഷെ
അതായത് ശ്രീനിവാസം വിളിക്കുമ്പോഴേ എനിക്കില്ലെന്ന് തോന്നണ്ട ഇപ്പൊ ഇല്ല. എന്നെയോ? ആ വിളിച്ചായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറയോ? ശ്രീകാന്ത് പോന്നു, ഗൈസ്, ശ്രീകാന്ത് പോന്നു, വിക്ടർ കോർപ്പറേറ്റ് പോന്നു. അടുത്ത ടോയ്ലറ്റിലേക്ക് പോയി. നിങ്ങൾക്ക് മസ്കാര ഇട്ട കൂട്ട് കണ്ണു കേട്ടോ. കണ്ണേ നോക്കി, കൺപീലി നോക്കി. ഇത്രയും ഞാൻ ക്ലോസ് വന്നപ്പോഴാണ് കണ്ടത്. പെണ്ണുങ്ങളെ കണ്ണുപോലെ. തുപ്പ് 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 തുപ്പട്ടെ 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 തുപ്പ് തുപ്പ്. തലതിരിഞ്ഞ വിക്രം. എടി സത്യമായിട്ടും പോകുന്നടി. സത്യമായിട്ടാണ്. എന്തോ മിറ നീ ബ്ലറാടി. ഞാൻ ഇങ്ങനെ വെക്കാം. അപ്പൊ ചെയ്യണേ.
ഇത് സൂം ആവില്ല സെൽഫി ക്യാമറ